എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രണ്ട് ചെറിയ ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. മത്തി വെച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള മീനാണല്ലോ. മത്തി വെച്ചിട്ട് ഇന്ന് പീരയും അതായത് മീൻ പീര വെക്കുന്നുണ്ട്, പിന്നെ വറക്കുന്നുമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീനൊക്കെ ഞാൻ വെട്ടി കഴുകി റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം മീൻ പീര വെക്കാനായിട്ട് ഞാൻ ഒരു 16 മീനുണ്ട്, അതായത് 1/2 കിലോയോളം മീനുണ്ട്. അത് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വെച്ചിരിക്കുന്നത് വറക്കാൻ വേണ്ടിയിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതും 1/2 കിലോയോളം ഉണ്ട്. അപ്പോൾ ഇത്രയും രണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കഴിയുമ്പോഴാണ് നമുക്ക് പ്രോസസ്സ് തുടങ്ങുന്നത്. അപ്പം ആദ്യം വറക്കാനുള്ളത് പുരട്ടി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് മീൻ പീരയ്ക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ റെഡിയാക്കാം. അപ്പം വറക്കാനുള്ള പുരട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാക്കി ആ സമയം വറക്കേണ്ട ടൈം ആകുമ്പോഴത്തേക്കും എല്ലാം അതിൽ പിടിച്ചിരിക്കുമല്ലോ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് നമുക്ക് അവസാനം വറക്കാം. ഓക്കെ, മീൻ വറക്കാനുള്ളത് ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തിയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഒരു കൈ അളവാണ് ഞാൻ എപ്പോഴും, അല്ലാതെ ഞാൻ കറക്റ്റ് അളവ് ഏകദേശം കാണുമ്പോൾ മനസ്സിലാവും ഇത്ര വേണ്ടി വരും എന്നൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം ഞാൻ ഇട്ടു എന്ന് പറയാം. പിന്നെ ഒരു മഞ്ഞൾ ഒരു 1/4 ടീസ്പൂൺ ഇട്ടു. പിന്നെ മുളക് പൊടിയാണ് ഇടുന്നത്. മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അല്ലാത്ത ചില്ലി പൗഡറും കൂടെ പൊടിച്ചതാണ്. ഇനി ഇതൊന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിലർ പെപ്പർ പൗഡറും കൂടെ ചേർക്കാറുണ്ട് ഇതിൽ മീൻ പുരട്ടുമ്പോഴേ വറക്കാനേ. അപ്പം കറിവേപ്പില വേണമെങ്കിൽ ചേർക്കാം, കുരുമുളക് പൊടി ചേർക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് ഇതിൽ മഞ്ഞൾ മുളകൊക്കെ പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഉപ്പ് ഒന്ന് നോക്കിക്കൊള്ളുക കറക്റ്റാണോ എന്നുള്ളത്. അപ്പോൾ ഈ വരഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതിലോട്ടൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക മസാലയൊക്കെ. മത്തി വറുത്ത എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ചിലർ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കും, ചിലർ ഷാലോ ഫ്രൈ ചെയ്തെടുക്കും. അപ്പം ഞാനിത് ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കാനിരിക്കുന്നത്. ഇങ്ങനെ അകത്തോട്ടൊക്കെ തേച്ച് പിടിപ്പിച്ച് കൈ കൊണ്ട് തന്നെ ചെയ്താലേ അത് കറക്റ്റ് ആവുള്ളൂ. അപ്പം വരഞ്ഞിരിക്കുന്നതിലൊക്കെ ഇങ്ങനെ മസാല തേച്ച് പിടിപ്പിക്കുക. ഇപ്പം മത്തിയുടെ സീസൺ ആണെന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ ഇഷ്ടം പോലെ ഇപ്പം കിട്ടുന്നുണ്ട്. ചില സമയങ്ങളിൽ ഇത് കാണാറേ ഇല്ല. ഇപ്പം ഇത് ഒരുപാട് അവൈലബിൾ ആണ്. അപ്പം ഞാനിന്ന് വാങ്ങിച്ച് റെഡിയാക്കി. ഇതെല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ. അപ്പോൾ ഇതിങ്ങനെ പുരട്ടി നമുക്ക് മാറ്റി വയ്ക്കാം. അതൊരു 10-15 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് മീൻ പീരയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അടുത്തത് മീൻ പീരയാണ് വെക്കാൻ പോകുന്നത്. ഇന്ന് അതിന് വേണ്ടിയിട്ട് മത്തിയാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പം മത്തി ഞാൻ പറഞ്ഞ പോലെ ചെറിയ മത്തിയാണ്. അതൊരു 16 എണ്ണം ഉണ്ട്. അതിനെ രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ് ക്ലീൻ ചെയ്ത്. പിന്നെ തേങ്ങ, മത്തി എല്ലാവർക്കും അറിയാമല്ലോ തേങ്ങ. ഞാൻ ഒരു ചെറിയ തേങ്ങ തിരുമ്മി എടുത്തതാണ്. അപ്പം ഉണക്ക തേങ്ങ ആയി പോകരുത്, പച്ചത്തേങ്ങ ആയിരിക്കണം, അതാണ് നല്ലത് മീൻ പീരയ്ക്ക് പ്രത്യേകിച്ച്. പിന്നെ ഒരു 8-9 ചെറിയ ഉള്ളി, പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിപ്പം അളന്ന് നോക്കി ഏകദേശം 1.5 ടീസ്പൂണോളം വരും. പിന്നെ ഒരു 12 കാന്താരി, ചെറിയ കാന്താരി ഇരിപ്പുണ്ട്, നല്ല എരിവാണ്. പിന്നെ കറിവേപ്പില, മഞ്ഞൾ എടുത്ത് വെച്ചിട്ടുണ്ട്, മുളക് പൊടി, ഉപ്പ്, പിന്നെ കുടംപുളി കുതിർത്ത് വെച്ചിരിക്കുകയാണ്. അത് ചെറിയ പീസ് ഒരു 3 എണ്ണം ഉണ്ട്. പിന്നെ വെളിച്ചെണ്ണയും വേണം. അപ്പം ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം ആവശ്യത്തിന് വെച്ചിരിക്കുകയാണ്. ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് ഞാൻ തേങ്ങ ഇളക്കുകയാണെങ്കിൽ ഒരു 1.5 കപ്പോളം തേങ്ങ വരും. അപ്പം ഇത് നമ്മൾ മിക്സിയിൽ ആദ്യം ഒന്ന് ഒതുക്കിയെടുക്കുകയാണ്. അപ്പം ഒതുക്കിയെടുക്കുന്നതിന് നമ്മൾ തേങ്ങ ഇടുന്നു. അതിനുശേഷം ഈ ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നു. ഒരുപാട് അങ്ങ് അരഞ്ഞു പോരുത്. മീൻ പീര ആകുമ്പോഴത്തേക്കും ഒരുപാട് അരയേണ്ട ആവശ്യമില്ല. ഒന്ന് ചതഞ്ഞ് കിട്ടുന്ന രീതിയിൽ എടുക്കുക. ഈ ഉള്ളിയും കൂടെ ചേർത്തൊന്ന് ചതച്ചതിന് ശേഷം നമുക്ക് അവസാനം ഈ കാന്താരിയും കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ ഒതുക്കിയെടുക്കാം. അപ്പം തേങ്ങയും ഉള്ളിയും മുളക് പൊടിയും മഞ്ഞളും ഉപ്പും കൂടെ ചേർത്ത് ആദ്യം ഒന്ന് കറക്കിയെടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത്രയും തേങ്ങ അതിനകത്ത് കൊള്ളുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ പീരയ്ക്ക് ആവശ്യമുള്ളത്, അതായത് നമുക്ക് എടുക്കുന്ന മീനിനനുസരിച്ചാണ് തേങ്ങ എടുക്കേണ്ടത്. ആ അരപ്പ് മീനിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കണം. നമ്മൾ ഒരുപാട് ചാറായിട്ടല്ലല്ലോ, മീൻ പീര പറ്റിച്ചതല്ലേ. അപ്പം അതിൽ ഇങ്ങനെ മീനിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പം
ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് എടുക്കാം. പിന്നെ മഞ്ഞൾ ഇതിനകത്ത് നമുക്ക് മഞ്ഞൾ ആദ്യം കുറച്ചിട്ട് നോക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു 1/2 ടീസ്പൂൺ ഇടുകയാണ്. പിന്നെ മുളക് പൊടി ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ഞാൻ ഇടുകയാണ്. ഇനി ഉപ്പ് ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ആദ്യം ഇടുന്നു. പിന്നെ ഇത് ഇത്രയും നമുക്കൊന്ന് ഒതുക്കി എടുത്തിട്ട് കാന്താരിയും കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. അപ്പം തേങ്ങ ആദ്യം ഒന്ന് കറക്കി എടുത്തതാണ്. ഇനി ഈ കാന്താരിയും കൂടെ നമുക്ക് അവസാനം ഇടാം. എന്ന് വെച്ചാൽ ആദ്യമേ ഇട്ടാലുണ്ടല്ലോ കൂടുതൽ അങ്ങ് അരഞ്ഞു പോവും. അങ്ങനെ അരയേണ്ട ആവശ്യമില്ല. പിന്നെ കാന്താരി മുളക് ഇല്ലാത്തവർക്ക് പച്ചമുളക് ഇതുപോലെ 2-3 പച്ചമുളക് ഇതിനകത്തിട്ടൊന്ന് ചതച്ചെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ മീൻപീര പറ്റിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. അപ്പം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ചതച്ചെടുക്കുക. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൊണ്ടേ ചേർത്തുള്ളൂ. അപ്പം കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് മീനിന് പിടിക്കണമല്ലോ. അപ്പം എല്ലാം കൂടെ നമ്മൾ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ചൂടാക്കാൻ വെക്കാം. അപ്പോൾ അടുപ്പത്ത് ചട്ടി വെച്ചു, തീ കത്തിച്ചു. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ മതിയാവും. ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പം ആ അടിയിലെ വെളിച്ചെണ്ണയുടെ ആ ഒരു ഫ്ലേവറിൽ അത് മീൻ വേവും. അപ്പം അടിയിലൊന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ചട്ടിയിൽ ആ തേങ്ങാപ്പീര ഇങ്ങനെ പിടിക്കാതെ ഇരിക്കും. ഒരു എണ്ണയുടെ ഫ്ലേവർ കിട്ടുകയും ചെയ്യും. അപ്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് ചുറ്റിച്ചു കൊടുത്തു. ഇനി ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ തേങ്ങാപ്പീരയുടെ പകുതി ഏകദേശം ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും തീ കൂട്ടി വയ്ക്കുക. തേങ്ങയുടെ ചതച്ചെടുത്തതിൻ്റെ കുറേ ഭാഗം അടിയിലൊന്നും ഇങ്ങനെ ഞാൻ നിരത്തി കൊടുക്കുന്നു. ഇങ്ങനെ നിരത്തി കൊടുത്തതിന് ശേഷം ഈ മത്തി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെ മുകളിൽ നിരത്തി കൊടുക്കുകയാണ്. ഇനി ഞാൻ വെച്ചിരിക്കുന്ന ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു 1-1.5 ടീസ്പൂൺ വരും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. വേണമെങ്കിൽ തേങ്ങ ചതയ്ക്കുന്നതിൻ്റെ കൂടെയും ചതയ്ക്കാം. പക്ഷെ അങ്ങ് ഒരുപാടങ്ങ് അരഞ്ഞു പോകുന്നതിനേക്കാൾ ഇങ്ങനെ ഇടുന്നത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുടംപുളി കുതിർത്ത് വച്ചിരിക്കുന്നത് ഒരു 3 കഷ്ണമുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി തേങ്ങയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. തീ കുറയ്ക്കുക. ഇനി ഈ മിക്സി കഴുകിയ വെള്ളം കൂടെ ഇതിനകത്ത് ചേർക്കണം. ഈ അരപ്പ് പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ മീൻ പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ അരപ്പിട്ട് കൊടുക്കുക. അപ്പം ആ കുടംപുളിയുടെ ഇത് പുളിയൊക്കെ ഇറങ്ങണം. ഉപ്പുമൊക്കെ ഒന്ന് ഇടയ്ക്ക് നോക്കി കൊടുക്കുക. ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും വെന്ത് തുടങ്ങിക്കഴിഞ്ഞാൽ. ഇനി ആ വെള്ളം കൂടെ ഒന്ന് കലക്കി ഒഴിക്കണം. വെള്ളം ഒരുപാട് കൂടിപ്പോരുത്. ഏകദേശം ഒരു വേവാനുള്ള ടൈമിൽ വെള്ളം അങ്ങ് വറ്റി അടിക്ക് പിടിക്കരുതല്ലോ. ആ രീതിയിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ഏകദേശം 1/2 കപ്പോളം വെള്ളം ഇപ്പം ചേർത്തു. എന്നിട്ട് ഒന്നിങ്ങനെ പൊത്തി കൊടുക്കുക. ആ കുടംപുളിയൊക്കെ അകത്തോട്ടിങ്ങനെ കയറി അതിൽ പുളിയൊക്കെ ഇറങ്ങുന്ന രീതിയിലൊന്ന് ഇങ്ങനെ പൊത്തി കൊടുക്കുക.
എന്നിട്ട് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കണം. അങ്ങനെ ഒരു 5-10 മിനിറ്റ് ഒന്ന് വേവിക്കുക. വേവിച്ചിട്ട് ഉപ്പും പുളിയൊക്കെ നോക്കുക. ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഒരു 3 കഷ്ണമാണല്ലോ, അപ്പോൾ ആവശ്യത്തിന് പുളി കാണും. ഇനി കൂടുതൽ വേണ്ടവർക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം കൂടെ ചേർക്കുക. അപ്പം ഇത്രയും വേണം, എന്നാലേ ആവശ്യത്തിന് ഒരു പുളി കിട്ടത്തുള്ളൂ. അപ്പം ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് അടപ്പ് കൊണ്ട് അടച്ച് വയ്ക്കുക. അപ്പം ഇവിടെ മീൻ പീര ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് മത്തി വറക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു. ഇനി തീ കത്തിക്കുകയാണ്. ഈ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ മത്തി വറക്കുന്നതാണ് ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം പല ഹോട്ടൽസിലൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഡീപ് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും എണ്ണയിൽ ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇങ്ങനെ മുള്ളുൾപ്പെടെ കടിച്ചങ്ങ് തിന്നാം. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പം ആ എണ്ണ വീണ്ടും വീണ്ടും വറുത്ത് ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാൻ ആവശ്യമുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മത്തി നിരത്തി അങ്ങ് വറക്കുകയാണ്, തിരിച്ച് മറിച്ച് വിട്ടിട്ട്. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പം വെള്ളം വറ്റി തുടങ്ങി. ഇനി നമുക്ക് ആവശ്യത്തിന് മീൻ വറക്കാൻ ആവശ്യമുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി, ഒരുപാട് ഒഴിക്കേണ്ട കാര്യമില്ല. ഞാൻ 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനൊന്ന് ചുറ്റിച്ചു കൊടുത്തു. ഇനി ഞാൻ ചെയ്യുന്നത് ഈ ചൂടായി കിടക്കുന്ന എണ്ണയിൽ കുറച്ച് അരി ഇട്ട് കൊടുക്കുകയാണ്. എന്തിനാണെന്നറിയോ? അങ്ങനെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് അരി മൂത്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും അരി, നല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും പച്ചരിയോ അല്ലാത്ത ഏതെങ്കിലും പൊന്നി അരിയോ ഏതെങ്കിലും അരി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരി മൂപ്പിച്ചിട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ മത്തി ഇട്ട് കൊടുക്കാം. അപ്പം അടിക്ക് പിടിക്കത്തില്ല മീൻ, മറിച്ചിടാൻ കുറച്ചുകൂടി എളുപ്പമാണ്. പിന്നെ ഈ അരി കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ഇതിങ്ങനെ മൂത്തിരിക്കുമ്പോൾ ഉണ്ടല്ലോ, ആ മീൻ കഴിക്കുമ്പോൾ അതിലൂടെ ഇത് കടിച്ച് തിന്നാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാൻ ഈ മെഴുക്കുവരട്ടിയൊക്കെ ഇടുമ്പം അമ്മ ചെയ്യുന്നത് അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത്. മെഴുക്കുവരട്ടി മിക്കതിനും ഇതുപോലെ അരി ഇട്ടൊന്ന് വറക്കും, എന്നിട്ടാണ് ഇതിൻ്റെ പുറത്ത് മീൻ നിരത്തുന്നത്. അപ്പം ഒന്ന് മൂക്കട്ടെ. അരി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി മാറി. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. ഇച്ചാനൊക്കെ ആണെങ്കിൽ കുരുമുളക് പൊടി ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചിലപ്പം ഞാൻ ചേർക്കും, ചിലപ്പം ചേർക്കാറില്ല. പക്ഷേ എനിക്കിങ്ങനെയാണ് ഇഷ്ടം. എന്ന് വെച്ചാൽ വേറെ കൂടുതലൊന്നും മസാലയൊന്നും ചേർക്കാതെ ഇങ്ങനെ വറക്കുന്നതാണ് ഇഷ്ടം. പിന്നെ എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഈ ചെറിയ ഉള്ളി, ഒരു 4-5 ചെറിയ ഉള്ളി മുളകും കൂടെ അരച്ച് കല്ലിൽ വെച്ച് അരച്ചിട്ട് അത് പേസ്റ്റാക്കി ഇതിൽ പുരട്ടി കൊടുക്കും. ഉള്ളിയും മുളകും മഞ്ഞളും ഉപ്പും മാത്രം. അപ്പം അങ്ങനെ വറക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പം ഇതൊന്ന് മൂത്ത് വരട്ടെ. മത്തി ഒരു വശം ഏകദേശം മൂത്തും തോന്നുന്നു. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഒന്ന് പതുക്കെ ഞാൻ മറിച്ചിടുകയാണേ. കാണാമല്ലോ, എളുപ്പം കണ്ടോ ഇളകി വരുന്നത്. എന്നാ ഒരു വശം കറക്റ്റായിട്ട് മൂത്ത് കഴിഞ്ഞു. ഈ ചെറിയ ചട്ടുകാവുമ്പം എളുപ്പമുണ്ട് മറിക്കാൻ. ഇങ്ങനത്തെ ഇപ്പം അടുക്കള മൊത്തം മത്തിയുടെ മണമാണ്. വറുത്തതും അപ്പുറത്ത് തീര വറ്റിച്ചതായിക്കൊണ്ടിരിക്കുന്നു. അപ്പം അരി ഉള്ളതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇളകി വന്നത്. ചിലർ കറിവേപ്പില ആദ്യം ഇങ്ങനെ എണ്ണ ചൂടായി കഴിയുമ്പോൾ കറിവേപ്പില ഇട്ടിട്ട് അതിൻ്റെ മുകളിലിങ്ങനെ മത്തി നിരത്തും. കേട്ടോ, ഒന്നും പൊടിയാതെ കറക്റ്റായിട്ട് മറിച്ചിടാൻ പറ്റി. ഇനി മറ്റേ വശവും കൂടെ മൂക്കട്ടെ. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞു. മീൻ പീര ആയോ നോക്കാം. ഏകദേശം വെള്ളമൊക്കെ വറ്റി. ഇനി ഒരു അല്പം വെള്ളത്തോടു കൂടി വേണം നമുക്കത് ഓഫ് ചെയ്യാനായിട്ട്. മുഴുവൻ അങ്ങ് വെള്ളം വറ്റിച്ച് കളയാതെ. എന്നുവെച്ചാൽ ചട്ടിയിലിരിക്കുന്നതുകൊണ്ട് ആ ചൂട് കാരണം അതിനിയും ഇരുന്ന് വറ്റും. അപ്പം അതിനിങ്ങനെ പിടിച്ചിരിക്കും. അപ്പം ഇപ്പം ഉപ്പും പുളിയൊക്കെ ആ മീനിൻ്റെ കഷ്ണത്തിൽ ഇപ്പം വെച്ചല്ലേ ഉള്ളൂ, ഉടനെ പിടിച്ച് കാണത്തില്ല. അതിങ്ങനെ ഇരുന്ന് നല്ലപോലെ പിടിച്ചിരിക്കും. അപ്പം ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കാണെങ്കിൽ വൈകുന്നേരത്തേക്കാകുമ്പോൾ കുറേ കൂടെ പിടിക്കും. അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പം നമുക്ക് ഇതൊന്ന് ഇളക്കി, സ്പൂൺ കൊണ്ടോ തവി കൊണ്ടോ ഒന്നും ഇത് ഇളക്കരുത്. ഇങ്ങനെ ചട്ടി ഒന്ന് ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ. അപ്പം ഇങ്ങനൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ തീ ഓഫ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഇതിലൊരല്പം വെള്ളം ഉണ്ടല്ലോ,
ഇനി ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി അവസാനമായിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ കറിവേപ്പിലയും വെച്ച് വാങ്ങുക. അങ്ങനെ മീൻ പീര റെഡിയായി കഴിഞ്ഞു. നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പുറത്തെ മീനും മൂത്ത് കഴിഞ്ഞു. ദേ കാണുന്നുണ്ടല്ലോ. രണ്ട് വശവും ഒരിഞ്ഞു കഴിഞ്ഞു. അല്പം എണ്ണയേ ഉള്ളൂ. ആദ്യം ഞാൻ വളരെ കുറച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചുള്ളൂ. പിന്നെ മറിച്ചിട്ട സമയത്ത് ഞാനൊരു 1/2 ടീസ്പൂൺ കൂടെ ഒഴിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. വേറെ കൂടുതൽ എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പം മീൻ ഫ്രൈയും റെഡി. ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. ഞാൻ ഇച്ചായന് മീൻ പീര ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. സൂപ്പർ. ഇപ്പം അത്രയ്ക്ക് പിടിച്ച് കാണത്തില്ല. ആണോ? ഓക്കെ. പുളിയും ഉപ്പും ഒക്കെ കറക്റ്റ് ആണ്. പിടിച്ചൊരു നെക്സ്റ്റ് ദിവസം കൂടെ കഴിഞ്ഞാൽ അടിപൊളിയാ. അതെ. ഇനി നമുക്ക് മീൻ വറുത്തം കൂടെ ടേസ്റ്റ് ചെയ്യണ്ടേ? അതുകൂടെ നോക്കാം. നല്ല മുറുക്കെന്ന് പറഞ്ഞു അരി കടിക്കുന്നു. അത് ശരിക്കും പറയാം മുള്ളും കൂടെ അല്ലേ ഭയങ്കര ഭാഗം കൂടെ കഴിക്കാൻ പറ്റും. അങ്ങനെ പിന്നെ ആ അരി കടിക്കുമ്പോൾ ഉണ്ടല്ലോ, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അരിയും കൂടെ വെച്ച് അത് കടിക്കുമ്പോഴത്തേക്കും. അപ്പം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക. അപ്പം ഞാൻ സ്ഥിരമായിട്ട് മെഴുക്കുവരട്ടി വയ്ക്കുമ്പോൾ അരി ഇങ്ങനെ ഇട്ട് മൂപ്പിച്ചിട്ട് ഇടാറുണ്ട്. മീൻ വറക്കുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻസ് എല്ലാം ഇത് ചെയ്ത് നോക്കിയിട്ട് ഇതെല്ലാവരും മിക്കവരും ഉണ്ടാക്കി നോക്കുന്നതായിരിക്കും. നിങ്ങളുടെ കമൻസ് എല്ലാം ആ വീഡിയോയുടെ താഴെ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും സജസ്റ്റഡ് വീഡിയോസ് ഉണ്ട്. ഏറ്റവും താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്. അവിടെ നിങ്ങളുടെ കമൻസ്, നിങ്ങളുടെ സജഷൻസും ഒക്കെ എഴുതുക. പിന്നെ ഇംഗ്ലീഷ് സബ്ടൈറ്റിൽസ് ഉണ്ട്. നിങ്ങളുടെ വീഡിയോയിൽ ഇംഗ്ലീഷ് സബ്ടൈറ്റിൽസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുമൊക്കെ നോക്കി നിങ്ങളെ ഫോളോ ചെയ്ത് ഉണ്ടാക്കി നോക്കുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് അലക്സ് അഞ്ജന വ്ളോഗ്സ്. ബൈ. ബൈ.